തലയോലപ്പറമ്പ് പൊതി തൃക്കരായിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മാർച്ച് 10 നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് ഞായറാഴ്ച നടന്ന സംഹാര തത്വകലശാഭിഷേകം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ താന്ത്രിക പ്രധാനമായ ചടങ്ങുകളോടെ നടന്നു. ജീവകലശം ശയ്യയിലേക്ക് എഴുന്നള്ളിച്ച് കലശമണ്ഡപത്തിൽ ധ്യാനനിവാസം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തന്ത്രി മനയാറ്റത്ത് മന ചന്ദ്രശേഖരൻ നമ്പൂതിരി, മേൽശാന്തി കുന്നംപിള്ളി, നാരായണൻ ഭട്ടതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് നടന്ന പ്രസാദകൂട്ടിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുനരുദ്ധാരണ സമിതി പ്രസിഡന്റ് PV സുരേന്ദ്രൻ, കൺവീനർ SN സുരേഷ് സംക്രമത്ത്, ട്രഷറർ GS വേണുഗോപാൽ, ദേവസ്വം പുനരുദ്ധാരണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 10 രാവിലെ പീഠപ്രതിഷ്ഠയ്ക്ക് ശേഷം തിരികെ ജീവകലശാദികൾ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിച്ച ശേഷം രാവിലെ 10:30-നും 12:15-നും ഇടയിൽ ബിംബപ്രതിഷ്ഠ നടക്കും. ബിംബപ്രതിഷ്ഠയ്ക്ക് ശേഷം അടയ്ക്കുന്ന ശ്രീകോവിൽ 13-ന് രാവിലെയാണ് തുറക്കുക. തിങ്കളാഴ്ച വൈകിട്ട് 5:30-ന് വലിയ ബലിക്കല്ല് അധിവാസം നടക്കും. 11-ന് രാവിലെ പരിവാര പ്രതിഷ്ഠ, 12-ന് രാവിലെ വിവിധ കലശപൂജ, 13-ന് രാവിലെ വിവിധ കലശങ്ങളുടെ അഭിഷേകം, വൈകിട്ട് 6-ന് ശേഷം കൊടിയേറ്റ്, 18-ന് ആറാട്ട് എന്നിവയും നടക്കും. പുനരുദ്ധാരണ സമിതിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൃത്താകൃതിയിൽ 2 നിലയിലാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.